തിരുവനന്തപുരം മസ്കറ്റ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. പുക കണ്ടെത്തിയതിനെ തുടർന്നാണ് തിരിച്ചിറക്കിയത്. വിമാനത്തിലുണ്ടായിരുന്ന 148 യാത്രക്കാരെയും പുറത്തിറക്കിയിട്ടുണ്ട്. യാത്രക്കാർക്ക് മറ്റൊരു വിമാനം ഒരുക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചു. പിന്നാലെ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജിബിൻ JB വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, 10:45 ഈ ഒരു സംഭവം. എന്താണ് സംഭവിച്ചത്? കാരണം പരിശോധനകളൊക്കെ ഉറപ്പാക്കിയതിനു ശേഷമായിരിക്കുമല്ലോ ബോർഡിംഗ് ഒക്കെ നടത്തുക. എന്താണ് സംഭവിച്ചതെന്നാണ് ഇപ്പോൾ വിമാന കമ്പനി എയർ ഇന്ത്യ അല്ലെങ്കിൽ എയർപോർട്ട് അതോറിറ്റി പറയുന്നത്? ആര്യ 10:45 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മസ്കറ്റിലേക്ക് പുറപ്പെടാൻ വേണ്ടി വിമാനം ഒരുങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ യാത്രക്കാർക്ക് പുകയുയരുന്നത് കണ്ട് യാത്രക്കാർ അസ്വസ്ഥരായതിനെ തുടർന്നാണ് ഈ ഒരു വിമാനം അവിടെ നിന്ന് പുറപ്പെടുന്നത് റദ്ദാക്കി വിമാനം താൽക്കാലികമായി വിമാനത്തിൽ നിന്ന് ഈ 148 യാത്രക്കാരെയും പുറത്തിറക്കിയത്. ഇതിനുശേഷം വിമാനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് വിമാനത്തിൻ്റെ അകത്ത് പുകയുയരുന്ന കാര്യം മനസ്സിലാക്കിയത്. ഇതിന് പിന്നാലെയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു പുകയുയരുന്നത് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ ആരംഭിച്ചത്. സാധാരണഗതിയിൽ ഒരു വിമാനം ഇവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ യാത്രക്കാർ ബോർഡിംഗ് കഴിഞ്ഞ് യാത്രക്കാരെ വിമാനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി തന്നെ എല്ലാവിധ സുരക്ഷാ പരിശോധനകളും സാങ്കേതിക പരിശോധന ഉൾപ്പെടെ നടത്തിയതിനു ശേഷം മാത്രമാണ് ഈ വിമാനത്തിനുള്ളിലേക്ക് യാത്രക്കാരെ കയറ്റുന്നത്. അത്തരത്തിലുള്ള എല്ലാ സുരക്ഷാ പരിശോധനകളും പൂർത്തിയായ ശേഷമാണ് ഇന്നും ഈ ഒരു 10:45 വിമാനത്തിൽ യാത്രക്കാരെ കയറ്റിയതെന്നാണ് എയർ ഇന്ത്യ അധികൃതർ നമ്മളോട് വിശദമാക്കിയത്. പക്ഷേ ഇതിന് പിന്നാലെയാണ് ഈ യാത്രക്കാരെ കയറ്റിയതിനു ശേഷം വിമാനം പുറപ്പെടാൻ ഒരുങ്ങുന്ന സമയത്ത് ഇത്തരത്തിൽ പുകയുയരുകയും യാത്രക്കാർ അസ്വസ്ഥരായതിനെ തുടർന്ന് വിമാനത്തിൻ്റെ ടേക്ക് ഓഫ് റദ്ദാക്കുകയും അവിടെ നിന്ന് യാത്രക്കാരെ മാറ്റേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിരുന്നത് സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം ഇതേ വിമാനത്തിൽ തന്നെ യാത്രക്കാരുമായി മസ്കറ്റിലേക്ക് വിമാനം പുറപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിരുന്നത്. പക്ഷേ കുറച്ചു മുമ്പാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു അന്വേഷണം എയർ ഇന്ത്യ പ്രഖ്യാപിച്ചതായിട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ ഒരു യാത്രക്കാരെ ഈ 148 യാത്രക്കാരെ മറ്റൊരു എയർ ഇന്ത്യ വിമാനത്തിൽ കയറ്റിയതിനു ശേഷം അവർ മസ്കറ്റിലേക്ക് യാത്ര പുറപ്പെടുമെന്നുള്ള ഒരു കാര്യം കൂടി വിശദമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എയർ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണമെന്ന് പറയുന്നത് ഒരു വിമാനം ഇവിടെ ലാൻഡ് ചെയ്തതിനു ശേഷം അടുത്ത ടേക്ക് ഓഫിന് മുന്നായി ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള എല്ലാവിധ പരിശോധനകളും പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ യാത്രക്കാരെ കയറ്റാവൂ എന്നുള്ള ഒരു നിയമം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സാങ്കേതികമായിട്ടുള്ള എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയെന്നാണ് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വിമാനത്തിനുള്ളിൽ പുകയുയരുന്നതും യാത്രക്കാർ അസ്വസ്ഥരായതും എന്നുള്ളൊരു കാര്യം എയർ ഇന്ത്യക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഏറ്റവും അധികം സുരക്ഷയുള്ള ഒരു വിമാന സർവീസായിട്ടാണ് എയർ ഇന്ത്യ പലരും കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത് എയർ ഇന്ത്യയുടെ വിശ്വാസ്യത കൂടി യാത്രക്കാർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യക്ക് സുരക്ഷാ പരിശോധനകൾ കൃത്യമായി നടത്തണം. കാരണം എന്തുകൊണ്ട് ഈ വിമാനത്തിൽ നിന്ന് പുക ഉയരുന്നു എന്നുള്ളൊരു കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ എയർ ഇന്ത്യ ഈ ഒരു ബേയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വിമാനത്തിൽ നിന്ന് പുകയുയരുന്നത് കാരണം വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയ 148 യാത്രക്കാർ മറ്റൊരു എയർ ഇന്ത്യയുടെ വിമാനത്തിൽ മസ്കറ്റിലേക്ക് യാത്ര പുറപ്പെടുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ആര്യ.